നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്. ഈ ഒരൊറ്റ ചമ്മന്തി മതി വയറ് നിറച്ച് ചോറുണ്ണാൻ, വേറെ ഒന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതൊരു പഴയ രുചിക്കൂട്ട് തന്നെയാണ്. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 വറ്റൽമുളക് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറിയ വറ്റൽമുളക് അതുകൊണ്ടാണ് 10 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മുളകിന് അധികം എരിവുമില്ല. ഇനി നിങ്ങൾക്ക് എത്രമാത്രം എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് എടുത്തോളൂ. പക്ഷേ ചുട്ടിട്ട് തന്നെ എടുക്കണം, വറുത്തെടുക്കരുത്. വറുത്തെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറി പോവുകയുള്ളൂ. 4 വെളുത്തുള്ളി അല്ലി, അത്യാവശ്യം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. ഒരു 12-15 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ വേണം, സവാളയൊന്നും പറ്റില്ല. ചെറിയ ഉള്ളി ആകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു വലിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പുളി മതി. ചോറിനാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ. പിന്നെ ഈ ചമ്മന്തി ഉണങ്ങച്ചോറിനൊക്കെ നല്ല ബെസ്റ്റാണ്. അമ്മ ഉണങ്ങച്ചോറിനാണ് ഈ ചമ്മന്തി ഉണ്ടാക്കൽ. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ ചുട്ടെടുത്ത് വെച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, ആ വറ്റൽമുളക് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച വെളുത്തുള്ളി ഒന്ന് ഞാൻ രണ്ടാക്കിയിട്ടൊന്ന് അരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടി രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും അതുപോലെ ഒന്ന് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ പുളിയില്ലേ, അതൊന്ന് ഇങ്ങനെ ഇതുപോലെ നുള്ളിയിട്ട് ആ പുളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇതേപോലൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് നൈസായിട്ട് അരയരുത്. ഇതുപോലൊന്ന് നമ്മൾ ഉള്ളി ചമ്മന്തിയൊക്കെ അരയ്ക്കണ പോലെ ഇതുപോലൊന്ന് അരച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ചമ്മന്തിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും പുളിയൊക്കെ ചേർത്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. വേറെ ഒന്നും വേണ്ട, ഒരു പ്ലേറ്റ് നിറച്ച് ചോറുണ്ണാൻ കഴിയും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.